ഹായ് ഫ്രണ്ട്സ്, ഇസോ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് ഞങ്ങളുടെ ഏട്ടനും ചേച്ചിയൊക്കെ വന്നിട്ട് 9ാമത്തെ ദിവസമാണ് കേട്ടോ. നാളെ അവർ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ 10 ദിവസത്തെ ലീവിന് അവർ വന്നത്. എത്ര പെട്ടെന്നാണ് 10 ദിവസം കടന്നു പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഇതൊക്കെയാണ് കേട്ടോ. ലാസ്റ്റ് ഡേ ആണ്. അമ്മ ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ വായോ. ഉച്ചയായപ്പോഴത്തേക്കാണ് കേട്ടോ ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ എത്തിയത്. ഞങ്ങള് അപ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ, പിന്നെ അമ്മയ്ക്ക് എന്തോ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് വന്നത്. അപ്പോൾ ഉച്ചയുണ്ടായിരുന്നു എത്തിയപ്പോഴത്തേക്കും. അവർ വന്നപ്പോഴത്തേക്ക് ഫുഡൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അമ്മു ചേച്ചിയും ഏട്ടനും കൂടെ പുറത്ത് പോയതായിരുന്നു അവർക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ടാറ്റ പോകുമ്പോടാ പാറ്റന്റെ ബാഗ്. ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. നല്ല മഴ വരുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട്. പിന്നെ അത്രയും ദൂരം കാറിൽ ഇരിക്കേണ്ടതായതുകൊണ്ട് അമ്മയ്ക്ക് മുട്ടുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർ പതുക്കെ ഇടയ്ക്കൊക്കെ നിർത്തിയൊക്കെയാണ് പോവാറ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അവർ ഇറങ്ങി കേട്ടോ. അമ്മ ചേച്ചിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ 10 ദിവസത്തെ ലീവിനാണ് വന്നത്. ഇനിയിപ്പോൾ പോയാലും അടുത്ത ജനുവരി ഒക്കെ ആകുമ്പോഴേ വരാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമാണ് ചേച്ചിക്ക്. അമ്മയൊക്കെ പോവാനായപ്പോഴത്തേക്ക് ആളുടെ പുകയെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുണ്ടായാലും ബ്ലാക്കും പിന്നെ റെഡും ആണ്. അത് അമ്മേന്റെ അടുത്തുള്ള പോലത്തെയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. സൂപ്പർ. അമ്മയ്ക്കൊരു കുട്ടി സർപ്രൈസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പതുക്കെ പാക്കിങ്ങിലേക്ക് നീങ്ങിട്ടോ. അമ്മ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചേച്ചിയും നന്ദും ഏട്ടനും ഒക്കെ പാക്ക് ചെയ്യുന്ന സാധനങ്ങളിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നല്ലതല്ല. കൊളസ്ട്രോൾ അല്ലെങ്കിലും ഇല്ലെങ്കിലും അത് നല്ലതല്ല. ഈ ലഗോ കോഴിയല്ലേ, അത് നല്ലതല്ല. അത് നമ്മുടെ നാടൻ കുറച്ച് ഉണക്കമീൻ ഉണ്ടായാൽ മതി. ഉണ്ടോ? കണ്ണൂരിപ്പൊടി ഉണക്കമീനൊക്കെ കൂട്ടിട്ടില്ല. പാക്കേജ് കഴിഞ്ഞത് ഈ പകുതി
പാട്ടിനൊരു പണ്ടത്തെ നാടൻ പാട്ടിനൊരു ചെക്കനത് വിജയലക്ഷ്മി പെരുവരി ഇതേമാതിരിയാണ് ഇവിടെ വീട്ടിലേക്ക് മന്തി വന്നത്. ഓ ഇത് വീഡിയോ എടുക്കുമല്ലോ ഇത് വലുത് കൊണ്ടൊക്കെ പെരുവരി ഞാൻ ഒരു കവർ കൊണ്ടുപോയാൽ മതി, അത്രയും വേണ്ട. എനിക്ക് ബീറ്റ് സൗണ്ട് ഇടാൻ അറിയില്ല, അല്ലെങ്കിൽ അത് ഇട്ടത് അല്ല ഇതിനകത്ത് നടക്കാം ബീറ്റ് സൗണ്ട് ഇടാൻ അറിയാം നീ പറ ബീഫാണ് ബീഫാണ് പുതിയ പഞ്ചാബ് ബീഫ് കൃഷ്ണ വ്ളോഗ്സ് ഇക്കിളിയാവുന്നു ഇക്കിളിയാവുണ്ട് ഇക്കിളിയാവുന്നേ ഇക്കിളിയാവുന്നു ഇതിന് കുത്തി കൊള്ളിച്ചു അത് ഞാൻ തിന്നറില്ല. എനിക്ക് വേണ്ട, എനിക്ക് കൊളസ്ട്രോൾ. ജ്യൂസ് അടിച്ച് കുടിച്ചു വെച്ചാണോ? മധുര ഷുഗർ ഉണ്ടാവും. ഒരിക്കലും കൊളസ്ട്രോൾ ഹൽവ എണ്ണ ഒലിക്കുന്ന ഹൽവ ഇന്ന് രാവിലെ പെട്ടി തിന്നു. ഇന്നലെ തിന്നപ്പോ പറഞ്ഞതാ, ഇന്നലെ അലുവ തിന്നപ്പോ പറഞ്ഞു ഈ ഒരു കാശ് കൂടി ഞാൻ നിർത്തിയത്. ഇന്ന് രാവിലെ ഉണ്ട് ഇവിടെ തേര കാലം നടന്നുകൊണ്ട് കഴിക്കും. ഞാൻ കൊതിയാവും. തൊട്ടില്ല ഇതിന് ഇച്ചിരി വരിയാലാണല്ലോ അവർക്ക് വെള്ളം കൊടുത്താൽ ടാങ്ക് അടിക്കരുത്. പുറത്തൊന്നും വന്ന് ഇതിലേക്ക് ഇല്ലാത്തവര് കഴിക്കാം. ഒന്ന് പോയി നിൽക്കാൻ പോകണം നന്ദു പോകണം അതൊക്കെ അതുപോലെ നോക്കാൻ മതി പൊന്നെ എന്നാ അതൊക്കെ ഇതിനകത്ത് കുത്തി ആ ചേർത്ത് മുളക് പൊടി വെക്കോ, തിന്നാൻ വിളിച്ചവിടെ ആ മുളക് പൊടി വെക്കോ. സോറി മുട്ടേ സോറി മുട്ടേ സോറി മുട്ടേ ഞാൻ അവിടെ മാറട്ടെ. ഇങ്ങോട്ട് വരണമെന്നാല് നേരത്തെ മറ്റോട് അതേമാതിരി വന്ന് ഇങ്ങനെ കടന്ന് നീ അത് പൊക്കി വെക്കുന്നാലും ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. ഈ പൂവാ ഒരു പൊടി അല്ല ഇതിന്റെ അകത്ത് വെക്കണ്ടേ, മിക്സിയുടെ അകത്ത് വെക്കണ്ടേ സാധനങ്ങൾ വെക്കാം. ഞാൻ ഈ ഇതൊന്ന് മൂക്ക് കൈ പിടിക്കണോ? ഒരു നിക്കറും തയ്യോട്ടെ. എണ്ണ കൊടുക്കുക കുറച്ച്. നന്ദുവിൻ്റെ കയ്യിലും കാലിലൊക്കെ മുറിവായ പിന്നെ എപ്പോഴും എവിടെയെങ്കിലും കൊണ്ടത് ഉടക്കും കേട്ടോ. അപ്പം അതിൻ്റെ സങ്കടം പറച്ചിലാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. പാക്കിങ് തകൃതിയായിട്ട് നടക്കുകയാണ്. ഏകദേശം വൈകുന്നേരം വരെ ഞങ്ങൾ ഇതിൽ മല്ലിക്കെട്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പാക്കിങ്ങിൻ്റെ ഇടയിൽ പുറത്തുനിന്ന് ഒരു വിളി കേട്ടു. അപ്പം ഞങ്ങൾ പോയപ്പോൾ അഖിലേട്ടനും ചേച്ചിയും വൈഫും മോനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. രണ്ടാമത്തെ ചേച്ചിയുടെ, അവർ 6 പെൺമക്കളാണ്. അതിൽ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മോനും ഭാര്യയും കുഞ്ഞാണ് കേട്ടോ. ഇരിക്കി സ്റ്റാർട്ട്. ആദ്യം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. ഞാൻ കൊറേ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഊക്ക് കൂട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഈ ഊക്കൊക്കെ വാങ്ങുന്നത് ഞാനാണ്. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഏട്ടൻ പിന്നെയും പാക്കിങ്ങിന് കയറി കേട്ടോ. കാരണം വൈകിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പടക്കളം എന്ന് പറഞ്ഞിട്ട്. അപ്പം പാക്കിങ് കഴിയാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്യാൻ കയറിയതാണ് കേട്ടോ. ഇനിയിപ്പോ എന്താ അതുവരെ ഞാൻ പറിച്ച് വെച്ച്. ഒരു കാര്യമില്ലേ? കുട്ടികളെ പല്ല് പറിക്കൂലേ, അല്ല ഞാൻ പറിക്കുന്നില്ല. ഞാൻ പറിക്കില്ല. പറഞ്ഞാൽ ഞാൻ പറിക്കില്ല. കുട്ടികളെ പല്ല് പറിക്കൂലേ അതേമാതിരി ഒറ്റ പറി. ഞാൻ ഈ കൈ പൊന്തിച്ചരാം. ഇന്നോട് പിടിക്കാൻ ചേച്ചി കൈ തട്ടി തരാൻ. ഞാൻ പറിക്കൂടാന്ന് പറഞ്ഞെങ്കിൽ ചെയ്യ്. അല്ല ശരിക്കും നല്ലത് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നില്ലേ? ഞാൻ ഇങ്ങനെ ആക്കിയാൽ മതി. അത് പോകണം. എന്നിട്ട് എന്താ ബക്കറ്റ് എടുക്കുക, എന്നിട്ട് കാല് മുക്കിയൊക്കെ അതാകുമ്പോ ഹ്യൂമൻ ബോഡിയാണ്. അഴുകും, വെള്ളത്തിൽ ഇട്ടതാവും, പെട്ടെന്നതാവും.
പൊക്കി വെക്കുന്നത് അതാ വരുന്നത്. കൃഷ്ണേട്ടാ പറിച്ചു കൊടുക്കും കൃഷ്ണേട്ടാ. എന്ത് അല്ല എനിക്ക് നോക്കാനായി കാണാനായി വേദന എടുക്കുന്നുണ്ട്. തൊലി പൊളിഞ്ഞിരിക്കോടെ. വിഷമൊന്നും വെച്ചിട്ടില്ല അവിടെ. ഞാൻ പറക്കില്ല, ഞാൻ നോക്കുന്നേ പറക്കില്ല, പറക്കൂല. കണ്ടേട്ടന് വിശ്വാസല്ലേ? ഞാൻ തുണി പോക്കിക്കണം വീഡിയോ നോക്കാനൊന്നുമില്ലേ. ഈ സൈഡ് നോക്കട്ടെ ഞാൻ പൊക്കി തരാം. കൈ എനിക്കതാ കാണുന്നത്. ഇതെന്താക്കിയതാ? അതൊന്നും ആക്കിയിട്ടില്ല. അതിന്റെ മുകളിലൊക്കെ ഒരു sticker ഒട്ടിച്ചു. പറിച്ചെടാ. മാത്രമേ ഉള്ളൂ. ഇതെന്താ ഇതുപോലെ വെള്ള സാധനം? ഒറ്റ വലിയ ചോദിച്ചോ സമ്മതിക്കേണ്ട കൈ പിടിച്ച് നോക്കാം. അതിന്റെ കയ്യിൽ ഞാൻ പിടിച്ചേ. ആ അത് പൊത്തി പിടിച്ചിരിക്ക. കൈ പിടി. കൈ വിടുന്തോ കളിക്കല്ലേ നിന്ന് ചെറിയ കുട്ടിയിട്ടാ ഗ്ലാസ് പുതിയതാണ്. വെള്ളമുണ്ടോ വേറെ? പച്ചവെള്ളം മതിയോ? ആ പച്ചവെള്ളം മതി. പച്ചവെള്ളം മാഞ്ഞ കൊയ്യേ നാട്ടുകാരെ മഞ്ഞേരി. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ വായൊക്കെ കയ്യ ഒരു കൈ കൊണ്ട് പിടിച്ചേ മറ്റേ കണ്ട് പൊത്തിക്കോ ആ കയ്യ തുമ്പ ഞാൻ എപ്പോഴും കൈയെടുത്ത് എന്തോ അഖിലേട്ടൻ വന്നപ്പോ പിടിച്ചേക്കും. ഫോണിന്റെ ആക്കി പിടിച്ചു നോക്കും ഞാൻ പറിക്കും അത് വേണോ അതോ ഞാൻ മര്യാദക്ക് ചെയ്യണോ അങ്ങനെ ഒന്ന് പിടിച്ചേക്കോ വരോ അത് ഒഴിക്കും മൂന്നൊക്കെ ധാരാളം ഒഴിക്കണോ മാറി ഒഴിച്ചോ ആ മുണ്ട് മാറ്റി നിക്ക് കൊയ്ക്കല്ലേ മുണ്ട് മാറ്റി എന്ത് കാണിക്കുന്നു? അതെന്താ ഈ കൈ പിടി എന്തോ ഇന്ന് പടത്തിന് പോണ വേണ്ടിയോ? അഖിലേട്ടനെ കൂട്ടിക്കത്. വേദന ഉണ്ടാവുള്ളൂ ചെക്കന് അതായിക്കോ. അതാണത് ഇതിലും വലിയ മുറി നേരിട്ടല്ലേ നന്ദു? സത്യം. അന്ന് ഉണ്ടാണ് കുത്തിരുന്നത് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട്. ഇന്ന് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല കേട്ടോ. കളിയർത്തിരി കൊല്ലങ്ങളായി. ഇനി വിട്ടേർക്കാം. മതി നിക്ക് കുതിർന്നില്ല. ഇനി ഒന്ന് കുറച്ച് പറയും. ഇതല്ലേ ഈ അരമണിക്കൂറായിട്ട് പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ തൊട്ടോക്കെയുള്ളൂ. ഞാൻ തൊട്ടോക്കെയുള്ളൂ. ആ തോലിന്റെ കൂടെ ഉണങ്ങി ഇരിക്കണതേ. ആ തൊലിന്റെ കൂടെ കേറിയതാ. തൊലി വരണം മോനെ, അല്ലാതെ വരുത്തില്ല അത്. അതാ പറഞ്ഞത് ഈ പറിച്ച് ചോരക്കളി ഇവിടെ. എടാ പറിച്ച് കഴിഞ്ഞാൽ തൊലിയില് എന്താവുക അത് പിന്നെ തുടച്ചു കഴിഞ്ഞാൽ ശരിയാവും. ഇവിടെ ഗോസന്തി ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. വല്ലതും ഉണ്ടോ ഇവിടെ? ആകെയുള്ള പ്ലാസ്റ്റർ ആണ്. ഇനി പ്ലാസ്റ്റർ നോട്ടിക്കണ്ട. അതല്ല മറ്റേ പ്ലാസ്റ്റർ അതിന്റെ മുകളിൽ കൂടെ ഇട്ട് ഒറ്റ വലിയ കളിച്ചത്. ഓ സമയൊക്കെ പോയിക്കുന്നു. വണ്ടിന്റെ ചാവി ഉണ്ട്. അമ്മ ഇജത് നിർത്തിക്കോ വേണേ. അവൻ പറിച്ചോന്ന് പറഞ്ഞു. ഇത് ഒഴിക്കട്ടാ നിങ്ങള് ഒഴിക്കണ്ടോ കുറച്ചോ. ഓ പറിച്ചവരുടെ ഈ കൈ പിടിക്കണെന്തിനാ? ആ മഗ്ഗ മാറ്റി. അത്ര ഉള്ളു. അതിനാണ് ഇത്രയും നേരം. വെള്ളം ഒഴിച്ചാലേ വേദിക്കാം. തൊലി പോയി, തൊലി പോയി. അതൊക്കെയുള്ള കുട്ടികൾ മാറി. ഇല്ല അത്രേ ഉള്ളൂ കഴിഞ്ഞു തൊലി പോയി. ഹോസ്പിറ്റലിൽ എന്താ അറിയോ ആ മറ്റേ വരിക്കൂലേ ആ കൂട്ടത്തിൽ തന്നെ വെച്ചാളും
ഏട്ടനും ചേച്ചിയും രണ്ടുപേരും നേഴ്സുമാരാണ് കേട്ടോ. അപ്പോൾ സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ അവൻ്റെ മുറിവ് ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. അന്ന് ആശുപത്രിയിൽ നിന്ന് കെട്ടിവിട്ടതാണ്. പിന്നെ അതിന് ശേഷം അഴിച്ചിട്ടില്ല. 2 ദിവസത്തിന് ശേഷം അഴിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പോകുന്നതിന് മുന്നേ അത് ഡ്രസ്സ് ചെയ്തിട്ട് പോവാന്നും പറഞ്ഞിട്ടാണ് ഇത്രയും നേരം കിടന്ന് മല്ലി കെട്ടിയിട്ടാണ് അവനതൊന്ന് പറിക്കാൻ സമ്മതിച്ചത്. വെച്ച് കെട്ടിയിരുന്ന ഗോസ് മുറിവിലേക്ക് പറ്റി പിടിച്ചിട്ട് അതിൻ്റെ തൊലി വന്നിട്ടാന്ന് തോന്നുന്നു. അത് ഇളകി വരുന്നുണ്ടായിരുന്നില്ല. ആ തൊലിയുടെ കൂടെ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എത്ര വെള്ളം ഒഴിച്ചിട്ടൊന്നും അത് വരുന്നുണ്ടായിരുന്നില്ല. നന്ദുവിന്റെ കാലില് മുറിവ് ക്ലീൻ ചെയ്തൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് സമയം ഒത്തിരി ആയിട്ടോ. ഞങ്ങൾ 6:15 ഷോയ്ക്ക് 6 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിയേറ്ററിലേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല പുറത്തൊന്നും. എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ എത്തുന്നത്. ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്നു. അപ്പം QR കോഡ് സ്കാൻ ചെയ്യാൻ നോക്കിയിട്ട് സ്കാൻ ആവുന്നുണ്ടായിരുന്നില്ല. സ്കാനറിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ കിടന്ന് കളിച്ചപ്പം ആ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുന്ന മാമൻ ഞങ്ങളെ കണ്ടപ്പോൾ വിളിച്ചു വിട്ടു അങ്ങോട്ടേക്ക്. പിന്നെ പുള്ളിയാണ് അത് എടുത്തു തന്നത്. ഓടിക്കേറി എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടം പടം? പടം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, നല്ല റിവ്യൂ പറ. ചിരിക്കാൻ പറ്റില്ലമ്മോ? നന്നായിട്ട് ചിരിക്കാൻ പറ്റും. വളിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കൊറേ കാലത്തിന് ശേഷം നല്ലൊരു ഒരു കോളേജ് ലൈഫിന്റെ ഒരു മൂഡ് കിട്ടി സത്യം പറഞ്ഞു. പോണില്ലേ നാളെ എയർപോർട്ടിലേക്ക്? അമ്മ വരുന്നില്ലേ? ഹലോ ഹലോ. പിന്നെ മൂവി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പൂക്കോട്ടുംപാടം പോയി കേട്ടോ. എനിക്കും ചേച്ചിക്കും ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ പൂക്കോട്ടുംപാടം പോയി ചപ്പലൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. മറ്റേതവിടെ പാക്ക് ചെയ്യാൻ കൊണ്ടേ അതും കൂടി ഇട്ട് കാണിച്ചു. ഇട്ട് നോക്കിയതൊന്നും അല്ല കേട്ടോ ഞാൻ വാങ്ങിയത്. വൈറ്റ് കളർ ക്രോക്സ് ആണ് കേട്ടോ വാങ്ങിച്ചത്. അതല്ലേലും അങ്ങനെയാണ് നമ്മൾ ഇട്ട് നോക്കുന്നതും വെച്ച് നോക്കുന്നതൊന്നും പിന്നെ ലാസ്റ്റ് എടുക്കില്ലല്ലോ. മേടിച്ചു കൊടുത്തതാ. അവന് ഏത് മേടിച്ചു കൊടുത്താലും എടുത്തോളൂ. ഇത് ഇങ്ങനത്തെ തന്നെയാന്ന് തോന്നണോ അല്ലേ? ഇത് നല്ലതാണോ നോക്കി എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടം? എനിക്കും ചേച്ചിക്കും ചെരുപ്പും നന്ദൂരൊരു പേഴ്സും വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഉണ്ണിച്ചേട്ടൻ്റെ കടയിലേക്കാണ് കേട്ടോ. ഇത് അമ്മേന്റെ മൂത്ത ചേച്ചിയുടെ മോനാണ്. ഇപ്രാവശ്യം വന്നിട്ട് ഏട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് വരുന്ന വഴിക്ക് ഏട്ടൻ്റെ കടയിൽ കൂടെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ എന്താ പൂച്ചേനെ? എനിക്ക് പരിചയം അയ്യോ ഗോഡി. നീ ഇരിക്കണം അവിടെ പോയി കയറി ഇരിക്കാൻ പോയേ. പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കണോ? അതുകൊണ്ട് എത്ര ചെയ്യുന്നില്ലാണ്ടല്ലോ വലിച്ചു വരെ പറിച്ചു കൊടുത്തത്. ഈ വൈറ്റ് സാധനം ഒരടിച്ച് കളയുന്നു. പൈസ നോക്കണം എന്തിനാ? ഇങ്ങളെ പറ്റിട്ടല്ലേ പുറത്ത് 420 ഉള്ളിൽ 360. പറഞ്ഞില്ലേ പോഞ്ഞാൻ പറ്റിച്ച് കൊറേ സാധനങ്ങൾ ഇടാലോ ഒന്ന്. എന്റെ പൈസ ഞാൻ കൊടുത്ത പൈസ ഓന്റെ കയ്യിലുണ്ടെന്ന്.
നഞ്ഞ ഇതൊക്കെ അയക്ക് മാറ്റിക്കോ. അയ്യോ ഒരു ഡോളർ ഉണ്ട്, അതൊന്നും എടുത്തോ. എവിടെ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നുണ്ടല്ലോ അമ്മൂൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഒരു കേക്ക് ആരും കാണാണ്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സിനിമയ്ക്ക് പോയ സമയത്താണ് ഇപ്പോൾ കേക്ക് വന്നത്. അപ്പം സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അത് നന്ദുവിനെ അവർ കാറിൽ നിന്ന് ഇറക്കുന്ന സമയം കൊണ്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്, അമ്മ കണ്ടിട്ടില്ല. അപ്പോൾ ചേച്ചി 12 മണിയാകുമ്പോൾ കട്ട് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചി കിടന്നിട്ടുണ്ട്. 1:30 ആകുമ്പോൾ അവർക്ക് പോകണം. അപ്പോൾ ചേച്ചി ഇപ്പോൾ കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12 മണി ആവാനായി തുടങ്ങി. ഒരു 5-10 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്ന് കേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ആ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് 1 മണി 1:30 വെളുപ്പിനെ 1:30ക്ക് ഇറങ്ങണമായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ആ സമയത്തൊന്നും ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഞങ്ങൾ ഒരു കേക്കിൽ ഒതുക്കി. എന്തായാലും കേക്ക് വാങ്ങി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയി ചേച്ചീനെ ഉണർത്തിയപ്പോഴത്തേക്കും ചേച്ചിയുടെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ. ചേച്ചി ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷയം വേണ്ടി വിളിച്ചതാണ് കേട്ടോ. കറക്റ്റ് 12 മണിയായപ്പം ചേച്ചീനെ ഉണർത്തി കൊണ്ടുപോയി കേട്ടോ. പാക്ക് ചെയ്യേണ്ടത് നടക്ക്. കേക്കുണ്ട്. എങ്ങനെ സുഖം? സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അമ്മ വാ, അവളെ കൊണ്ട് മുറിപ്പിക്കട്ടെ. നന്ദു ഇറങ്ങിനോ? നന്ദുവാ, അവിടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ വന്നില്ല, മെഴുകുതിരിയില്ല. ചിരാത് കത്തിക്കട്ടെ ചോളിയാ, പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ചിരാത് കത്തിക്കട്ടെ. ഇതന്നെ നമ്മള് എന്താ അവിടെ ഇരിക്കുമ്പോഴാ അവര് ഇവിടെ കൊണ്ടുവച്ചത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അമ്മു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഞാൻ ഹാപ്പി ബർത്ത്ഡേ അങ്കു പോയി ഉറങ്ങിക്കോ. ഉറങ്ങി തൂങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ കൊടുക്കട്ടെ? അത് തിന്നണ്ട, അല്ല ഞാൻ കൊടുക്കട്ടെ. കൊടുക്കണ കൊടുക്കണ എന്റെ പെണ്ണട്ടിക്ക്. ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പാക്കിങ്ങിലേക്ക് കടന്നു കേട്ടോ. ചേച്ചിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും നന്ദു ഉറങ്ങാൻ പോയി. മറ്റേ പെട്ടി ഞങ്ങൾ കെട്ടി ജസ്റ്റ് സിനിമയ്ക്ക് പോണതിന് മുന്നേ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിംഗ് റാപ്പ് ചെയ്യാണ്ടായിരുന്നു. അപ്പം ഞാനും ഏട്ടനും അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവര് നാളെ പോവാണ്. എന്താ പ്രാവശ്യത്തെ വെക്കേഷൻ കഴിഞ്ഞില്ലേ? 10 ദിവസത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.